ഇന്ന് ഒരുപാട് ആളുകൾ അലട്ടുന്നൊരു രോഗാവസ്ഥയാണ് സോറിയാസിസ്. നമസ്കാരം, ഞാൻ ഡോക്ടർ മധു, സീനിയർ കൺസൾട്ടൻറ്റ്, മാധവം ആയുർവേദ ഹോസ്പിറ്റൽ. ഒരുപാട് പേഷ്യൻസ് ഇവിടെ വരുന്നുണ്ട്. പലർക്കും ഇത് സോറിയാസിസ് എന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളും ഇതിനെക്കുറിച്ച് ആൾക്കാർക്കുണ്ട്. ഒന്നാമതായിട്ട് ഇതൊരു പകരുന്ന രോഗമല്ല. പിന്നെ ശരിയായിട്ടുള്ള ആയുർവേദത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ളൊരു ചികിത്സാ പദ്ധതി, പൂർണ്ണമായിട്ട് തന്നെ ഇതിനെ സുഖപ്പെടുത്താവുന്ന ഒരു ചികിത്സാ പദ്ധതി ആയുർവേദ ശാസ്ത്ര ശാഖയിലുണ്ട്. നമ്മുടെ അടുത്തും ധാരാളം സോറിയാസിസ് പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള ആയുർവേദ മരുന്നുകളും ചികിത്സകളും കൊണ്ടും ഈ രോഗത്തിന് നമുക്ക് ശമനം കിട്ടുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ, പ്രത്യേകിച്ച് ടി ലിംഫോസൈറ്റ്, ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങളെ ആക്രമിച്ച് ഉണ്ടാകുന്ന ഒരു ത്വക്ക് രോഗത്തിൻ്റെ അവസ്ഥയാണ് സോറിയാസിസ്. ചർമ്മത്തിലെ ബാഹ്യ ലെയറായിട്ടുള്ള എപ്പിഡെർമിസ് ചില ഭാഗങ്ങളിൽ ക്രമാതീതമായി വർദ്ധിച്ച് ശൽക്കങ്ങളായി രൂപപ്പെടുന്ന ഒരവസ്ഥ. സാധാരണഗതിയിൽ 28 മുതൽ 30 ദിവസം കൊണ്ട് വളരേണ്ട എപ്പിഡെർമിസ് ഈ അവസ്ഥയിൽ 3 മുതൽ 7 ദിവസം കൊണ്ട് ക്രമാതീതമായി വളർന്ന് ശൽക്കങ്ങളായിട്ട് കൊഴിഞ്ഞു പോകുന്നു. ഈ ഒരു അവസ്ഥയാണ് സോറിയാസിസ്. ഇതിൽ ത്വക്കിൽ ചൊറിച്ചിൽ, തടിപ്പ്, ചുവപ്പ്, ചിതമ്പൽ പോലെയുള്ള ശൽക്കങ്ങൾ, അടിയൽ എന്നിവ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ സോറിയാസിസിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ അറിയാനുണ്ടെങ്കിലോ ഷൊർണൂർ മാധവ ആയുർവേദ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടാവുന്നതാണ്.